Good evening, all. A warm welcome to everyone present here. Respected principal, teachers, non-teaching staff, and all my dear friends. ലിറ്റററി ലെൻസിന്റെ 16th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ബുക്ക് റിവ്യൂ പറയുന്നത് ആര്യാണ്. ആര്യ നമുക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ശരൺകുമാർ ലിംബാലയുടെ അക്രമാശി എന്ന ബുക്കാണ്. സോ ഐ വെൽക്കം ആര്യ ടു പ്രസന്റ് ദ ബുക്ക്. ഓഡിബിൾ ആണോ? ഓക്കെ. താങ്ക് യു അശ്വതി ഫോർ യുവർ വെൽക്കം. അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ശരൺകുമാർ ലിംബാലയുടെ അഘർമാഷി എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ചിട്ടാണ്. ശരൺകുമാർ ലിംബാലെ ഇന്ത്യയിലെ തന്നെ ദളിത് സാഹിത്യത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് അഘർമാഷി. ഒട്ടനവധി ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ്. മലയാളത്തിലും ഫ്രഞ്ചിലും ഒക്കെ ഇതിന്റെ ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണ്. അഘർമാഷി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഔട്ട്കാസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ, അതായത് അർത്ഥജാതിക്കാരൻ. മലയാളത്തിൽ ഇതിന്റെ ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുള്ളത് കാളി എച്ച് ദാമോദരൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോ ഈ ഒരു പുസ്തകം കേവലം ശരൺകുമാർ ലിംബാലയുടെ ആത്മകഥ മാത്രമല്ല, മറിച്ച് ഒരുപിടി ദളിത് സമൂഹത്തിന്റെ കൂടി ആത്മകഥയാണ്. ഇതിൽ അടിച്ചമർത്തപ്പെട്ട അടിയാളവർഗത്തിന്റെ ജീവിതത്തെയാണ് അദ്ദേഹം ഇതിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പോ ഇത് ഒരു സ്റ്റോറി എന്നതിലുപരിയായിട്ട് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുള്ള അനുഭവങ്ങളാണ് ഈ ഒരു ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നത്. അപ്പോ അഘർമാഷി എന്ന് പറയുന്ന വാക്കിലൂടെ തന്നെ തുടങ്ങാം. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഓട്ടോബയോഗ്രഫിക്ക് അഘർമാഷി എന്ന് പേര് വന്നിട്ടുള്ളത്? അഘർമാഷി എന്ന് പേര് വരാൻ കാരണം ശരൺകുമാർ ലിംബാലെ ജനിച്ചത്, തന്റെ പിതാവ് ഒരു പട്ടേൽ സമുദായത്തിൽ പെടുന്ന ആളാണ്, മാതാവ് മഹർ കമ്മ്യൂണിറ്റിയിൽ, അതായത് അംബേദ്കർ ഒക്കെ ജനിച്ചിട്ടുള്ള ഒരു സമുദായത്തിൽ പെടുന്ന ആളാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താ പറയാ, ആ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് വളരെ ചെറുപ്പം മുതൽ തന്നെ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അദ്ദേഹത്തിന്റെ ലൈഫിൽ ത്രൂ ഔട്ട്, അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് മുതൽ അദ്ദേഹത്തിന്റെ അഡൾട്ട്ഹുഡ് പിന്നീടുള്ള ലൈഫ് മൊത്തം നേരിടുന്നുണ്ട്. ഈ ഓട്ടോബയോഗ്രഫി എഴുതുന്നത് അദ്ദേഹം തന്റെ 25ാമത്തെ വയസ്സിലാണ്. അപ്പൊ 25 വയസ്സിനുള്ളിൽ തന്നെ അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോ ഒട്ടും തന്നെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലൈഫല്ല, വളരെയധികം ട്രോമ, അതുപോലെ തന്നെ ഒരുപാട് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അദ്ദേഹം നരേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷെ ഇതിലെ ഫസ്റ്റ് പാർട്ട്, അതായത് അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് നരേറ്റ് ചെയ്യുന്ന ഭാഗം നമ്മളെല്ലാവരും തന്നെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവാം. നമ്മളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ മലയാളം ടെക്സ്റ്റിന്റെ ചാപ്റ്റേഴ്സിന്റെ ഒരു ഭാഗത്തിൽ ഈ ഒരു സ്റ്റോറി പഠിച്ചിട്ടുണ്ടാവാം. അതിങ്ങനെയാണ്: ശരൺകുമാർ ലിംബാലയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും സ്കൂൾ പീരീഡ് ആണ്. അപ്പോ അവരെല്ലാവരും കൂടി ഒരു പിക്നിക്കിന് പോവുകയാണ്. ഈ കുട്ടികൾ വളരെ വൈകിയാണ് ഇങ്ങനെ ഒരു പിക്നിക് ഉണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ അവർ ആ പിക്നിക്കിന് പോവുകയാണ്. അപ്പോൾ അവരവരുടെ വീട്ടിലുള്ള ഭക്ഷണം, അതായത് ബാക്രി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അവര് പിക്നിക്കിന് പോവാണ്. വളരെ അങ്ങനെ പിക്നിക്കിലെത്തും. അങ്ങനെ ഉച്ച സമയമായി അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. പക്ഷെ ഹയർ കാസ്റ്റിലുള്ള ആളുകൾ വേറെ തന്നെ ആണ് ഇരിക്കുന്നത്. വേറെ ഇരുന്നിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. ലോവർ കാസ്റ്റിൽ പെടുന്ന ആളുകൾ വേറെ ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. കാരണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു റൈറ്റ് അന്ന് അവർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം പഠിക്കുമ്പോൾ പോലും എന്താ പറയാ, ഹയർ കാസ്റ്റിലുള്ള ആളുകൾ ബെഞ്ചിലിരിക്കുന്ന സമയത്ത് ശരൺകുമാർ ലിംബാലയും അദ്ദേഹത്തിന്റെ അതുപോലെയുള്ള ദളിത് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ എന്താ പറയാ, ബെഞ്ചിലല്ല ഇരിക്കുന്നത്, താഴെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. അങ്ങനെ ഇവർ വേറെ വേറെ ഇരുന്നാണ് കഴിക്കുന്നത്. അങ്ങനെ ഈ ഹയർ കാസ്റ്റിലുള്ള ആളുകൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള അവരുടെ ഭക്ഷണത്തിൽ ബാക്കി വന്നിട്ടുള്ള ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഭക്ഷണം ഈ അധ്യാപകർ കളക്ട് ചെയ്തിട്ട് എന്താ പറയാ, ശരൺകുമാറിനും അവരുടെ ഫ്രണ്ട്സിനും കൊണ്ടേ കൊടുക്കുകയാണ്. അപ്പൊ ഇവർക്ക് ഇത് ഇവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഭക്ഷണം ഇവർ കാണുന്നത്. കാരണം അത്രയധികം ദാരിദ്ര്യത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അങ്ങനെ അവർ ആ ഭക്ഷണം വളരെ ആർത്തിയോടെ കഴിക്കുകയാണ്. അങ്ങനെ കഴിച്ചിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയി ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. പിക്നിക്കിന് പോയപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഹയർ കാസ്റ്റിൽ വിടുന്ന ആളുകളുടെ
ഭക്ഷണം കിട്ടി, വളരെ ടേസ്റ്റി ആയിരുന്നു എന്നൊക്കെ ഇവര് വീട്ടില് അമ്മേനോടൊക്കെ നരേറ്റ് ചെയ്യും. അപ്പൊ ശരൺ അമ്മയുടെ പേരെന്ന് പറയുന്നത് മാസാമായി എന്നാണ്, മുത്തശ്ശിയുടെ പേര് സാന്താമായി. അപ്പോ വളരെ സന്തോഷത്തിലാണ് പറയുന്നത്. പക്ഷെ മുത്തശ്ശിയും അമ്മയും വളരെ ദുഃഖിതരായിരിക്കും. കാരണം ഇങ്ങനെ പറയും, എന്തുകൊണ്ടാണ് നീ ആ ഭക്ഷണത്തിൽ നിന്നൊരു പാതി ഞങ്ങൾക്ക് കൊണ്ടുവരാതിരുന്നത് എന്ന് പറയും. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ദാരിദ്ര്യത്തിന്റെ ഒരു അവസ്ഥയാണ്. അതായത് ഒരിക്കൽ പോലും നല്ല ഭക്ഷണം കഴിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തിന്റെ അവസ്ഥയാണ് ആ ഒരു ഇൻസിഡന്റിലൂടെ ശരൺ പറഞ്ഞു വെക്കുന്നത്. പിന്നീട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ആത്മകഥയുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് എന്റെ ജീവിതമല്ല, എനിക്ക് മേൽ അടിച്ചമർത്തപ്പെട്ട അടിമത്വത്തിന്റെ നേർസാക്ഷ്യമാണ്. അതായത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജനിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ ലൈഫിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ട്രോമ, അതൊക്കെ എത്രത്തോളം ഭീകരമാണ് എന്നുള്ളതാണ് ഈ ഒരു ആത്മകഥയിൽ ത്രൂ ഔട്ട് ആയിട്ട് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് പല പല ഇൻസിഡൻസ് ഉണ്ട്. അതിൽ ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തൊരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്, എത്രത്തോളമാണ് പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം ഒരാളെ പല കാര്യങ്ങളിലേക്കും, അതായത് നമ്മളൊന്നും ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളിലേക്ക് നമ്മളെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോ ശരണിന്റെ മുത്തശ്ശി എന്താ പറയാ, പാടത്ത് പോകാറുണ്ട്. എന്തിനാന്ന് വെച്ചാല് ഈ ചാണകത്തിന് എന്താ പറയാ ദഹിക്കാതെ കിടക്കുന്ന ഈ ധാന്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കളക്ട് ചെയ്തിട്ട് കഴുകി പൊടിച്ച് പലഹാരം ഉണ്ടാക്കിയിട്ട് ഈ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും, ഇങ്ങനെയും ഒരു അവസ്ഥ ഉണ്ടാവോ, അല്ലെങ്കിൽ ഇത്രത്തോളം അതൊക്കെ ഒരു തരം എക്സാജറേഷൻ അല്ലേ എന്നൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ കേൾക്കാത്ത ജീവിതങ്ങളൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ്. ഇന്നും ഇന്ത്യയിൽ ഒട്ടനവധി ആളുകൾ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്, ജാതിയുടെ പേരിൽ വിവേചനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോ ആ ഒരു എന്താ പറയാ, അത്രയും ദാരിദ്ര്യത്തിന്റെ ഒരു ഭീകരത, അതായത് നമുക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല അല്ലെ, ഒരു ആനിമൽ ഡംഗിന്ന് അന്ന് എന്താ പറയാ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ധാന്യം എടുത്ത് അത് കഴുകി ഉണക്കി പൊടിച്ച് കഴിക്കുക എന്നുള്ളത്. അപ്പൊ അത്രത്തോളം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് അദ്ദേഹം വളർന്നിട്ടുള്ളത്. അപ്പോ ത്രൂ ഔട്ട് ഹിസ് ലൈഫ് അദ്ദേഹം ഒരുപാട് യാതനകൾ സഹിക്കുന്നുണ്ട്. പിന്നെ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള ആകെയുള്ള ഒരു എന്താ പറയാ മാർഗം എന്ന് പറയുന്നത്, ഈ ഒരു ക്രൈസിസിൽ നിന്നൊക്കെ ഉയർന്നു വരിക എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പഠിക്കാനൊക്കെ സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് വേണം പഠിക്കാൻ. അപ്പൊ ഇദ്ദേഹം എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷനുള്ള മാർഗം കണ്ടെത്തുന്നതെന്ന് വെച്ചാൽ, ചവറൊക്കെ പെറുക്കി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടാണ് ഇദ്ദേഹം പഠിക്കാൻ പോകുന്നത്. പിന്നെ പറയുന്നത്, ഇദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു ഇദ്ദേഹത്തിന് അറിയില്ല ഇങ്ങനെ ഹയർ കാസ്റ്റിലുള്ള ആളുകളുടെ വീട്ടിലെ കല്യാണത്തിന് പോകാൻ പാടില്ല എന്ന് അറിയാത്തത് കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു കല്യാണത്തിന് പോകുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടികളുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. മറ്റു കുട്ടികളുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് കണ്ടുവരുന്ന ഒരു ഹയർ കാസ്റ്റിൽ പെടുന്ന ആള് ഇയാളെ ശരണിനെ നീപ്പിക്കുകയും അയാൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് തോന്നാം, പക്ഷെ അങ്ങനെയല്ല. ജീവിതത്തിൽ അത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ മാത്രം കഥയല്ല, ഒരുപാട് മനുഷ്യരുടെയും കൂടിയും കഥയാണ്. പിന്നീട് പറയാനുള്ളത്, ഇദ്ദേഹം ഇത്ര ക്രൈസിസ് അനുഭവിക്കുമെങ്കിൽ ഇദ്ദേഹം എഡ്യൂക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകിയിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ലൈഫിൽ ഏതൊരു പോയിന്റിലും അദ്ദേഹം എഡ്യൂക്കേറ്റ് ചെയ്യാൻ, സ്വയം പഠിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അങ്ങനെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് അദ്ദേഹം കോളേജിൽ എത്തുകയാണ്. കോളേജിലെത്തി തന്റെ സഹപാഠികളും ഒക്കെ ആയിട്ട് വീട് കാണാൻ വേണ്ടി വരാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷെ ശരൺകുമാറിന് എന്താ പറയാ, വീട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇടം കാണിക്കാനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വീട് പോലും ഇല്ല. അന്ന് അദ്ദേഹത്തിന്റെ വീട്ടുകാരൊക്കെ താമസിച്ചിരുന്നത് ബസ് സ്റ്റാൻഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇൻഫീരിയോറിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നീട് പറയുന്നത്, ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തില് ഇവർക്ക് ഒരു ചായക്കടയിൽ നിന്ന് പോലും പ്രോപ്പർ ആയിട്ട് ചായ കുടിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. കാരണം ഈ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ദളിത് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ ചായ കുടിക്കണമെങ്കിൽ അവർക്ക് പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടാകും. അതിൽ നിന്ന് മാത്രമേ അവർക്ക് കുടിക്കാനായിട്ട് പാടുള്ളൂ. അത് കുടിച്ചതിന് ശേഷം അവർ തന്നെ അത് കഴുകി വെക്കണം എന്നുള്ള ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. ഇത് നോർത്ത് ഇന്ത്യയിൽ നടന്ന ഒരു സംഭവമല്ലേ നമുക്ക് തോന്നാം, പക്ഷെ കേരളത്തില് അട്ടപ്പാടിയിൽ ഇപ്പോഴും അങ്ങനത്തെ
സംഭവങ്ങളൊക്കെ നടക്കാനുള്ളത്. പിന്നെ പറയുന്നത് അറ്റ് ദ എൻഡ് ഈ ഒരു ഓട്ടോബയോഗ്രഫി എൻഡ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ വരെ മാത്രമാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിങ്ങനെയാണ്. അങ്ങനെ ശരൺകുമാർ കല്യാണം കഴിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് ആ പ്രപ്പോസലുമായിട്ട് അവരെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ കുട്ടിയുടെ അച്ഛൻ അത് ഡിനൈ ചെയ്യാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ആ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് തന്നെയാണ്. അപ്പോ പിന്നെ ആ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നത് മകളെ കല്യാണം കഴിപ്പിക്കാനായിട്ട് തയ്യാറാണ്. എങ്ങനെ മാത്രം? നിങ്ങൾ വേറൊരു വീട് എടുത്ത് താമസിക്കണം. ഒരിക്കലും ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് പറഞ്ഞയക്കില്ല. കാരണം ശരൺകുമാറിന്റെ അമ്മയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചാരായം വിൽക്കുന്നുണ്ട്. കാരണം ജീവിക്കാൻ വേറെ മാർഗങ്ങൾ ഒന്നും തന്നെ അവർക്കില്ല. ജീവിതം വഴിമുട്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോ ഈ ഒരു വിശപ്പ് കാരണം പല കാര്യങ്ങളും അവർക്ക് ചെയ്യേണ്ടി വരികയാണ്. അങ്ങനെ ആ കല്യാണം കഴിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു വീട് വാടകയ്ക്ക് എടുക്കണം എന്ന് പറയും. അങ്ങനെ ഇദ്ദേഹം വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിക്കുമ്പോ അതൊന്നും എന്താ പറയാ ആരും സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളായതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വീട് തരില്ല എന്നാണ് അവർ പറയുന്നത്. എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ സമാനമായിട്ടുള്ള സാഹചര്യം നിലവിലുണ്ട്. അതായത് റെന്റഡ് ഹൗസ് അവൈലബിൾ എക്സെപ്റ്റ് ഫോർ SC/ST എന്ന് പറയുന്ന ബോർഡുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോ അതേ സാഹചര്യം ഈ ഒരു ആത്മകഥ എഴുതുന്നത് 1984 ഇത് 2024 ഇന്നും ഇതേ സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. അങ്ങനെ അദ്ദേഹത്തിന് അവസാനം എന്താ പറയാ വാടക വീട് ലഭിക്കുന്നത് ഒരു ശ്മശാനത്തിന്റെ അടുത്താണ്. അങ്ങനെ ഇവർ കല്യാണം കഴിക്കും. അവിടെ കുട്ടികളൊക്കെ ഉണ്ടാകും. ശ്മശാനത്തിന്റെ അടുത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ശ്മശാനത്തിന്റെ അടുത്ത് ഈ ശവം ദഹിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ല് പൊട്ടുന്ന സൗണ്ട് കേട്ടിട്ട് ഇദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് രാത്രി പേടിച്ച് കരയുകയാണ് ചെയ്യുന്നത്. അതിലൂടെയാണ് ഈ ഒരു ഓട്ടോബയോഗ്രഫി എൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റിയിൽ ജനിച്ചതിന്റെ പേരിൽ എന്തൊക്കെ ഡിസ്ക്രിമിനേഷൻ ആണ് അദ്ദേഹം അനുഭവിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ അനുഭവിക്കേണ്ടി വരുന്നത്. അതായത് ഫോഴ്സ്ഡ് ആയിട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടി വരിക, അതുപോലെ തന്നെ ബേസിക് ഹ്യൂമൻ റൈറ്റ് ഡിനേ ചെയ്യുന്നതുണ്ട്, അതുപോലെ പ്രോപ്പർ സെറ്റിൽമെന്റിനുള്ള അവകാശം അവർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട്, അങ്ങനെ ദാരിദ്ര്യം, അങ്ങനെ എല്ലാം ഇതിൽ പറയുന്നുണ്ട്. അപ്പോ ഇത്രയുമാണ് ഈ ഒരു ആത്മകഥ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക് യു ആര്യ. ഞാനടക്കം നമ്മൾ പലരും അക്രമശം എന്നുള്ള ബുക്കിന്റെ ചില ഭാഗങ്ങൾ പഠിച്ചവരാണ്. ദളിത് കമ്മ്യൂണിറ്റിയിലെ ആളുകൾ അനുഭവിച്ചിരുന്ന അവരുടെ ദാരിദ്ര്യം, വേർതിരിവും എല്ലാം നമുക്ക് ഈ ബുക്ക് നല്ല രീതിയിൽ തന്നെ ആര്യ നമുക്ക് പ്രസന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഫീഡ്ബാക്ക് പറയാനായിട്ട് ഐ ഇൻവൈറ്റ് അംജിത. കേൾക്കുന്നുണ്ടോ? ഓക്കെ. ആര്യ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഞാനിത് ഓൾറെഡി വായിച്ചിട്ടുണ്ട്. ഈ ബുക്ക് ഞാൻ ഫുള്ള് വായിച്ചിട്ടുണ്ട്, ശരൺകുമാർ ലിംബാലേന്റെ. അതുപോലെ തന്നെ ഞാൻ PGക്ക് പ്രോജക്റ്റ് ചെയ്തത് ദളിത് ലിറ്ററേച്ചറിലാണ്. അതിൽ കുറെ വർക്ക്സ് എടുത്തതിൽ ഒരു വർക്കാണ് ഇത്, എന്താ പറയാ, അക്കർമഷി എന്നുള്ളത്. അപ്പൊ അത്രയും ആ ഒരു ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള അവരെങ്ങനൊക്കെ അവര് സഫർ ചെയ്യുന്ന കാര്യങ്ങള്, അതൊക്കെ അത്രയും കുട്ടിക്കാലത്ത് തൊട്ടിട്ട് അവർ സഫർ ചെയ്യുന്ന കാര്യങ്ങള് ഒക്കെ ലിംബാല അതിൽ ഇങ്ങനെ പോർട്രേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതുപോലത്തെ കുറെ വർക്ക്സ് ഉണ്ട്, ഓം പ്രകാശ് വാൽമീകിന്റെ ജൂതനൊക്കെ. അതൊക്കെ ഈ ഒരു ദളിത്തിന്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പറയുന്ന, അവര് അനുഭവിച്ചു വന്ന കാര്യങ്ങളൊക്കെ പോർട്രേ ചെയ്യുന്ന, അവരനുഭവത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും എനിക്കിത് വായിച്ചപ്പോ ഞാൻ അന്ന് ഞാൻ എന്റെ പ്രോജക്റ്റ് ചെയ്തത് ഫുള്ള് ഇങ്ങനെ ഒരു 2-3 വട്ടം വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു അംജിത. നൗ ഐ ഇൻവൈറ്റ് മഞ്ജു ഫോർ ഫീഡ്ബാക്ക്. ഹലോ, കേൾക്കാല്ലേ? ഓക്കെ. ഞാനും അത് ഈ പറഞ്ഞ പോലെ ദളിത് കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടൊരു വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരാളാണ് ശരൺകുമാർ ലിംബാളെ. അദ്ദേഹത്തിന്റെ അക്കർമാഷിനെ പറ്റി നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഞാൻ വായിച്ചിട്ടില്ല.
എങ്കിൽ പോലും എന്താ പറയാ അതിലെ ഓരോ ഇൻസിഡൻസും ജാതിയുടെ പേരിലുള്ള പല പ്രശ്നങ്ങളും അതുപോലെ ഭക്ഷണത്തിന്റെ പേരിൽ സ്കൂളുകളിൽ തന്നെ ഒരുമിച്ചിരിക്കണം എന്ന് പഠിപ്പിച്ചു തരുന്ന സ്കൂളുകളിൽ തന്നെ ഒരുപാട് വേർതിരിവ് കാണിച്ചുകൊണ്ട് ഈ കമ്മ്യൂണിറ്റിയെ മാറ്റി നിർത്തുന്ന പല പ്രശ്നങ്ങളും അദ്ദേഹം ആ കഥയിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് ഇപ്പോ ആര്യ പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും എന്താ പറയാ അവരുടെ ഒരു കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്തുകൊണ്ട് എല്ലാം തുറന്നു പറഞ്ഞ ഒരു വർക്കായിട്ട് നമ്മളൊരു ക്ലാസിക് പോലെയാണ് ഈ വർക്കിനെ കാണുന്നത്. ആ ഒരു വർക്കിന്റെ എല്ലാ വശങ്ങളും അതിന്റെ എല്ലാ ഇന്നത്തെ സമൂഹത്തിനായിട്ട് കണക്ട് ചെയ്തിട്ട് വരെ ഇന്നും നമ്മൾ എറണാകുളത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പല കാര്യങ്ങളും ഞാനും അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ എല്ലാത്തിനായിട്ടും കണക്ട് ചെയ്തിട്ടും അതുപോലെ നമുക്ക് ഇന്നത്തെ സമൂഹത്തിനായിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇതിലുണ്ടായിട്ടുണ്ട്. സോ എനിക്ക് ഇതില് വളരെ ഇഷ്ടപ്പെട്ടു, പ്രസന്റേഷനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓരോ ഇൻസിഡൻസും പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തിട്ടാണ് ഇതിനെ റിവ്യൂ പറഞ്ഞത്. സോ ശരിക്കും നന്നായിട്ട് ചെയ്തു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മഞ്ജു ഫോർ ദ Thank you. ഫീഡ്ബാക്ക്. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ താല്പര്യമുണ്ടോ? ഹലോ, ആര്യ മിസ് പറഞ്ഞു. ആര്യ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഇത്രയൊക്കെ നമ്മുടെ വിദ്യാഭ്യാസം ഉണ്ട്, ശാസ്ത്ര പുരോഗതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോഴും ഈ വിവേചനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പറയുമ്പോൾ നമ്മളൊക്കെ ഭയങ്കര സങ്കടമാണല്ലേ. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരട്ടെ എന്ന് നമ്മൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു മാം. ഹലോ, ഞാൻ രചന. നല്ല ആദ്യം തന്നെ പറയണം, നമുക്ക് നല്ല കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു. വളരെ ചുരുങ്ങിയ നേരമാണെങ്കിൽ ആ പ്രസന്റേഷൻ ഒരു രസം ഉണ്ടായിരുന്നു കേട്ടിരിക്കാൻ. ഞാന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് ഇത്രയും വലിയൊരു പോപ്പുലർ വർക്കായിട്ട് പോലും എനിക്കത് കേട്ട് പരിചയമോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. സോ ദിസ് ഇസ് ന്യൂ ടു മീ. അപ്പൊ ഞാൻ ദളിത് ലിറ്ററേച്ചറും അധികം ഒന്നും അങ്ങനെ വായിച്ചിട്ടുള്ള കൂട്ടത്തിലല്ല. അപ്പൊ എനിക്ക് കഥ കേട്ടപ്പോൾ അതിലത്തെ ഇൻസിഡൻസ് ഒക്കെ കേട്ടപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം ഒരാളുടെ ലൈഫിൽ നിന്നുള്ളതും കൂടിയാണെന്ന് പറയുമ്പോൾ നമുക്ക് അത് നമുക്കത് കൂടുതൽ മീനിങ് തോന്നൂലേ. അപ്പോ ഇതെങ്ങനെ, ഇതിന്റെ റൈറ്റിംഗ് സ്റ്റൈലൊക്കെ എങ്ങനെ? ഇപ്പൊ ഒരു റീഡർ എന്ന നിലയ്ക്ക് ഇതെങ്ങനെ, ലെങ്തി ആണോ നോവല്, അല്ലെങ്കിൽ അതിന്റെ ഒരു നറേഷൻ എങ്ങനെയാണ് പോകുന്നത്? ഇപ്പൊ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ആണല്ലോ, അപ്പൊ അതിന്റെ എങ്ങനെയാണ് തുടക്കം അവസാനം, അപ്പൊ അത് എങ്ങനെയാണ് നറേറ്റ് ചെയ്തിട്ടുള്ളതെന്നൊന്ന് പറയാൻ പറ്റുമോ? ഇത് നോവലല്ല, ഓട്ടോബയോഗ്രഫിയാണ്. അപ്പോൾ അത്ര ലെങ്തി ഒന്നല്ല, വളരെ ചുരുക്കം പേജിൽ ഒതുങ്ങുന്നതാണ്. അപ്പോൾ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നരേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് ഇത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. സോ എന്തായാലും രചന ചേച്ചി ഇത് വായിച്ചിരിക്കണം. ഇൻഷാല്ലാ. എനിവേ താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് പറയാൻ താല്പര്യമുള്ളത്? ഓക്കെ, എന്നാൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു.